വെൽകെയർ ഫാർമസിയും അല്ലവിയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, മരുന്നുകൾ, ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ 2 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു. ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നു നല്ല ശീലങ്ങൾ. വാഫിയ ഡേറ്റ്സ്, ദ ന്യൂ ബ്രേക്ക്ഫാസ്റ്റ് കൾച്ചർ. നമസ്കാരം, ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം. ഫൈസർ വാക്സിന് ഖത്തറിൽ അടിയന്തര ഉപയോഗത്തിന് അംഗീകാരം നൽകി ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ ഔഷധ ഭീമന്റെ ആദ്യ ഷിപ്മെന്റ് വാക്സിൻ ഖത്തറിലെത്തിയത്. ആരോഗ്യ മന്ത്രാലയത്തിലെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനകൾക്കും ക്ലിനിക്കൽ ടെസ്റ്റ് ഫലങ്ങൾക്കും ശേഷമാണ് അടിയന്തര ഉപയോഗങ്ങൾക്കായി വാക്സിന് അധികൃതർ അനുമതി നൽകിയത്. ഫൈസർ വാക്സിന് നിലവിൽ അനുമതി നൽകിയിട്ടുള്ള US, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ അവലംബിച്ച മാർഗരീതികൾ തന്നെയാണ് ഖത്തറും സ്വീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. 16 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം. ഫൈസറിന് അനുമതി നൽകിയതോടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുത്തിവെപ്പ് പരിപാടികൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നതെന്ന് ഖത്തർ കോവിഡ് വിദഗ്ധ സമിതി അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽഖാൽ പറഞ്ഞു. ഖത്തറിൽ പുരുഷന്മാർക്കായുള്ള മസാജ് പാർലറുകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വ്യാവസായിക മന്ത്രാലയം. ഉള്ളിലുള്ളവരെ മറക്കും വിധം പാർലറുകളുടെ മുൻവശത്ത് കർട്ടനുകളോ കറുത്ത ഗ്ലാസ് മറയോ പാടില്ലെന്ന് മന്ത്രാലയം പുറത്തുവിട്ട നിർദ്ദേശങ്ങളിൽ പറയുന്നു. ബാർബർ ഷോപ്പുകളും പുരുഷന്മാർക്കായുള്ള മസാജ് പാർലറുകളും തമ്മിൽ വ്യക്തമായ വേർതിരിവ് വേണം. ഇത്തരം പാർലറുകളുടെ പ്രവർത്തന സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായിരിക്കും. പാർലറുകളുടെ ഉൾഭാഗം വൃത്തിയായി സൂക്ഷിക്കുക, ഒരു തവണ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ പരിപാലനത്തിൽ ശ്രദ്ധ ചെലുത്തുക, പാർലറിലെ തൊഴിലാളികളുടെ വ്യക്തിശുചിത്വത്തിന് ഊന്നൽ നൽകുക തുടങ്ങി ആരോഗ്യ സംരക്ഷണ ചട്ടങ്ങളും പാർലറുകൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. COVID-19 പകരാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പാർലറുകളുടെ നടത്തിപ്പുകാർ ഉറപ്പാക്കണമെന്നും ട്വിറ്ററിലൂടെ പുറത്തുവിട്ട മാർഗനിർദ്ദേശങ്ങളിലുണ്ട്. ഖത്തറിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വരും വർഷങ്ങളിൽ ദ്രുതഗതിയിലുള്ള വളർച്ച രേഖപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. 2022 രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും മറ്റു നിർണായക പദ്ധതികളുമാണ് ഈ വളർച്ചയ്ക്ക് കാരണമാവുന്നതെന്ന് ഖത്തർ ഫിനാൻഷ്യൽ സെന്ററിലെ സീനിയർ ഉപദേഷ്ടാവ് തദേയൂസ് മലേസ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ലോകത്തെ മുഴുവനായി ബാധിച്ച കോവിഡ് മഹാമാരിയും കഴിഞ്ഞ 3 വർഷമായി രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അനധികൃത വിലക്കുകളും വരുത്തിവെച്ച കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് ഖത്തർ കരകയറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഖത്തറിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായ പുരോഗതി രേഖപ്പെടുത്തുമെന്നും അടുത്ത വർഷം രാജ്യം 2.7% വളർച്ച കൈവരിക്കുമെന്നും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. കുവൈത്ത് മുൻ അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിന്റെ മൂത്ത മകൻ ഷെയ്ഖ് നാസിർ സബാഹ് അൽ അഹമ്മദ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്നു നടക്കും. കുവൈത്ത് ഉപപ്രധാനമന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും ഷെയ്ഖ് നാസിർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് വാക്സിൻ വന്ന ശേഷം പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കോവിഡ് മൂലം നടപടികൾ നീണ്ടുപോയതിനാൽ നിയമത്തിന്റെ ചട്ടങ്ങൾ പൂർണ്ണമായിട്ടില്ലെന്ന് ബംഗാൾ സന്ദർശനത്തിനിടെ അമിത് ഷാ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ ബംഗാൾ ജനത ആഗ്രഹിക്കുന്നതായും അവസരം നൽകിയാൽ 5 വർഷം കൊണ്ട് സുവർണ ബംഗാൾ കെട്ടിപ്പടുക്കുമെന്നും അമിത് ഷാ അവകാശപ്പെട്ടു. നേരത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലും പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് അമിത് ഷാ പ്രഖ്യാപിച്ചിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും സമാന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജനുവരിയോടെ CAA നടപ്പാക്കുമെന്നാണ് നഡ്ഡ പറഞ്ഞത്. ബ്രിട്ടനിൽ പുതുതായി കണ്ടെത്തിയ കൂടുതൽ അപകടകാരിയായ കൊറോണ വൈറസ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. ഇറ്റലി, ഡെൻമാർക്ക്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വകഭേദം സംഭവിച്ച സമാന വൈറസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയിൽ കൊറോണ വൈറസിന്റെ സാന്നിധ്യം ചൈന റിപ്പോർട്ട് ചെയ്തതിന്റെ 1ാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് അതിവേഗം പടരുന്ന വൈറസിന്റെ വകഭേദം ബ്രിട്ടനിൽ കണ്ടെത്തിയത്. ഈ വിവരം ഇംഗ്ലണ്ട് ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചതോടെ ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയിലായി. വൈറസ് വകഭേദം കണ്ടെത്തിയ ലണ്ടനിലും തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലും ആളുകൾ പുറത്തിറങ്ങുന്നത് വിലക്കിയിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്നുള്ള വിമാന സർവീസുകൾ ബെൽജിയം, നെതർലാൻഡ്സ്, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ റദ്ദാക്കി. സൗദി കരവ്യോമ നാവിക അതിർത്തികൾ അടച്ചു. നിലവിലുള്ളതിനേക്കാൾ 70% കൂടുതൽ വ്യാപന നിരക്കുള്ളതും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് പുതിയ വൈറസ്. ബീച്ചിൽ മാസ്ക് ധരിക്കാതെ മറ്റൊരാൾക്കൊപ്പം സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത ചിലി പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിനറയ്ക്ക് 2.5 ലക്ഷം രൂപ പിഴ. മാസ്ക് ധാരണം കർശനമായ ചിലിയിൽ പ്രസിഡന്റ് പോലും നിയമത്തിന് അതീതനല്ല എന്ന സന്ദേശമാണ് പിഴ ചുമത്തുന്നതിലൂടെ അധികൃതർ നൽകിയത്. വീടിന് മുന്നിലൂടെ തനിയെ നടക്കുമ്പോൾ ഒരു സ്ത്രീ സെൽഫിക്ക് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു.
ഇരുവരും മാസ്ക് ധരിച്ചിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ ഫോട്ടോ വൈറലായതോടെ പിന്നറെ ക്ഷമാപണം നടത്തിയെങ്കിലും അധികൃതർ പിഴ ഒഴിവാക്കിയില്ല. ഇതോടെ ഈ യുഗം ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Oriental Bakery and Restaurant, Old Airport Road, Makkah Kadim, Doha, Qatar. For bookings, please contact 4465-2311 or 4465-2383. Home delivery through Tolabat. Azim Technologies will help you to design and develop your website with customized email packages at affordable prices. Azim Technologies. Think innovative. Grandma, bye. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നു നല്ല ശീലങ്ങൾ. വാഫിയ ഡേറ്റ്സ് ദ ന്യൂ ബ്രേക്ക്ഫാസ്റ്റ് കൾച്ചർ. Green Mountain Real Estate and Investment. In the land of Qatar, Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014. Our business has been widely spread over Qatar. Besides real estate, trading, contracting, car rental, limousine, restaurant, retail businesses, products manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosks, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും. ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി കൂടിയായാലോ. ഇന്ത്യൻ കോഫി ഹൗസ്, ദോഹയിൽ ജൈദ ഫ്ലൈ ഓവറിന് സമീപം. Call 4444-0902. Indian Coffee House. രുചികളുടെ കലവറ, ടോപ്പ് സ്റ്റാർ റെസ്റ്റോറന്റ്, മുകളിന, ദോഹ. ബാർബിക്യൂ ഈസ് അവർ സ്പെഷ്യാലിറ്റി. ടേസ്റ്റ് ദ ബെസ്റ്റ്. ഫോർ ഓർഡേഴ്സ് പ്ലീസ് കോൾ. വി ആർ റെഡി ടു സെർവ് യു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യന്ത്രവൽകൃത റഫറൻസ് ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ്, അരിയെടുത്തപാലം, കോഴിക്കോട്.